പൊട്ടൂലെന്ന് പറയൂ. ഓക്കെ. 80 രൂപ കിട്ടണം. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൊങ്കാല വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആറ്റുകാൽ പൊങ്കാല വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പൊ പൊങ്കാലയ്ക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചൂലും കൊതമ്പും അതോടൊപ്പം തന്നെ പാത്രങ്ങളും മൺചട്ടിയും എല്ലാമാണ്. അപ്പോൾ കൂടുതലായിട്ടും പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ട് സെയിൽ ചെയ്യുന്ന നമ്മുടെ കിഴക്കേക്കോട്ടയിലെ വിശേഷങ്ങളാണ് ഗൈസ് നമ്മൾ ഇന്ന് വീഡിയോ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ അവസാനത്തെ ഒരു 10-35 വർഷമായിട്ട് ചട്ടി വിൽക്കുന്ന ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി എന്തുണ്ട് വിശേഷങ്ങൾ? പേരെങ്ങനെയാണ്? സുകുമാരി എന്നാണ് പേര്. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കോ? അതൊന്നുമില്ല, ചിലപ്പോ സങ്കടപ്പെടും, ചിലപ്പോ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സങ്കടമായിരുന്നല്ലോ. കലം പൊട്ടിച്ചതിനെ കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. എത്ര കലം പൊട്ടിച്ചായിരുന്നു? അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്തിന് ഈ ഓട് കൊല്ലംകോട്ടാറ് ഓട് കൊണ്ടുവന്ന് നിരത്തി വാരി ഇതേപോലെ എറിഞ്ഞിട്ടിരുന്നു. ഓട് ചുള്ളേന്ന് ഓട് കൊണ്ടുവന്ന് അവര് സ്ഥലം പിടിക്കാൻ കൊണ്ടുവന്നിട്ട് ആ ചട്ടിയെ മാറ്റിയിട്ട് ഈ കളത്തിന്റെ പുറത്ത് എറിഞ്ഞു. അപ്പൊ അവർക്ക് അറിഞ്ഞൂടെ ഇത് പൊട്ടുമെന്നുള്ളത്. ചട്ടി പൊട്ടുമെന്നുള്ള അവർക്കറിയാലോ. അറിയാം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ കാണാൻ നിരന്ന് കിടക്കണം. അപ്പൊ എനിക്കൊരു ഭയങ്കര സങ്കടമായി. അങ്ങനെയാണ് ഞാൻ വാർത്തയിലൊക്കെ ചാനലിലൊക്കെ കൊടുത്തതും പറക്കിയതും. ഈ പ്രാവശ്യം ഒരു ശല്യവും ഇല്ല. ഇനി അങ്ങോട്ട് ശല്യം ഉണ്ടാവാതിരിക്കട്ടെ. അമ്മയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് ഒരു ഇത് അതിനുശേഷം ഇല്ല. എത്ര വർഷമായിട്ടാണ് നമ്മൾ ഈ ചട്ടിയുടെ ബിസിനസ് തുടങ്ങി? എത്ര വർഷമായി? ഞാൻ പറഞ്ഞില്ല, 35 വർഷമായി. അതിനു മുമ്പേ തുടങ്ങി അമ്മയുടെ കൂടെ തന്നെ നടന്ന് ചേച്ചിയുടെ അമ്മയുടെ കാലം മുതലേ ഉണ്ട്. കൊച്ചിലെ നടന്ന് വിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അമ്മ മരിച്ചതിന് ശേഷം, അമ്മ മരിച്ചിട്ട് 32-33 വർഷമായി. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞു പോയെങ്കിൽ എന്റെ ആറ്റുവെല്ലാം വരെ നടയിൽ ഞാൻ കലം വിൽക്കാതിരുന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഇത്രയും ചട്ടികൾ എത്ര ലക്ഷം രൂപയുടെ മുതലുണ്ട്? ഇതിപ്പോ 1.25 ലക്ഷത്തിൽ കമ്മഞ്ഞു പോയി. 1.25 ലക്ഷം രൂപയ്ക്ക് അധികമുള്ള ചട്ടിയാണ്. ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല ചെലവുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. ഈ ചട്ടി അവിടത്തെ വില 50 രൂപയാണ്. 50 രൂപയാണ് അവിടത്തെ വില. നാഗർകോവിലെ വില. ഈ ചട്ടികളെല്ലാം നാഗർകോവിലാണ് റെഡിയാക്കുന്നത്. 50 രൂപയാണ് അതിന്റെ വില. അവിടെ നിന്ന് കയറ്റുകൂലി 1,000 രൂപ, പിന്നെ ഇറക്കുകൂലി 1,000 രൂപ. അപ്പൊ 3 രൂപ. വണ്ടിക്കൂലിയാണ് 5,000 രൂപ. വണ്ടിക്കൂലി ടോട്ടൽ 5,000 രൂപ. ഒരു ലോഡ് കൊണ്ടുവരാം 5,000 രൂപ. ഒരു ലോഡ് എന്ന് പറയുമ്പോ 90,000 രൂപയ്ക്ക് കയറും. 90,000 രൂപയുടെ സാധനങ്ങൾ കയറും. അത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ വന്നിറങ്ങുമ്പോ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. അങ്ങനെ ടോട്ടലായിട്ടുള്ള ചെലവാണ് 1 ലക്ഷം രൂപ. 1.25 ലക്ഷം രൂപയ്ക്ക് അധികമുള്ള സാധനമുണ്ട്. എന്നുവെച്ചാൽ വേറെ ഒരു സ്ഥലത്തുനിന്ന് ഈ ചട്ടി കൂടിയെടുത്തു, റേഷൻ ചട്ടി കൂടിയെടുത്തു. അത് തന്നെ 30,000 രൂപയായി. ഇവിടെ വന്നപ്പം 35,000 രൂപയായി. ഈ ചട്ടി ഒരു പീസ് എത്ര രൂപയാണ്? ഈ ചട്ടി ഒരു പീസ് 50 രൂപയാണ്. 50 രൂപയാണ്. അവിടത്തെ വില 40 രൂപ. ഇവിടെ ട്രാൻസ്പോർട്ട് എല്ലാത്തിനും കൂടെയുള്ള ചെലവാണ് 50 രൂപ. ഇത് ചട്ടി വലിയ സൈസും ഉണ്ടോ? നോക്കി ഹാൻഡിൽ വിത്ത് കെയർ. സംഭവം ചട്ടിയാണ്. എത്ര നമ്മളെ സൂക്ഷിച്ചു കഴിഞ്ഞാലും ചട്ടി തറ വീണ പൊട്ടും. അത് വേറെ കാര്യം. അപ്പൊ ചട്ടിയൊക്കെ എവിടെയാണെങ്കിൽ ചേച്ചി ഇഷ്ടം പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഇത് അവിടെ 145 രൂപയാണ് വില. 145 രൂപയാണ് നാഗർകോവിലെ വില. ഇവിടെ നമ്മള് 160, 170 വാങ്ങിക്കും. ഇതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്കൂലി ഉൾപ്പെടെ ആവും. ഓക്കെ, ഈ ചട്ടിയുടെ പ്രത്യേകത എന്താണ്? ഇത് അവര് ഇറച്ചി, മീന് അതും ഇതുമൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെ എടുക്കും. ഗ്യാസിൽ വെച്ചാ പൊട്ടൂലെന്ന് പറയും. പൊട്ടാറുണ്ടോ? ഗ്യാസിൽ പൊട്ടിത്തെറിക്കോ? ആരും വാങ്ങിക്കില്ലല്ലോ. നമ്മൾ ഒരു കൊല്ലം വാങ്ങിക്കണത് പിറ്റേ കൊല്ലം വന്ന് വാങ്ങിക്കില്ലല്ലോ. അത് കറക്റ്റ് തന്നെ. പൊട്ടിത്തെറിച്ച് തന്നെ വാങ്ങിക്കൂലല്ലോ. അത് വേറെ സത്യം. ഓക്കെ, അപ്പൊ നമ്മൾ ചട്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ പറയാം. നോട്ടിച്ചൊന്ന് പറയോ? എത്ര അരി കയറുന്ന ചട്ടിയാണ്? അതങ്ങ് പറഞ്ഞു വിട്ടാൽ. ഇത് 1/2 കിലോ അരി വേണം. 1/2 കിലോ വാങ്ങുന്ന. ഓക്കെ, 1/2 കിലോയുടെ അരി എത്ര വരും? ഇതാ നമ്മളിവിടെ 50 60 ആയിട്ടാണ്. ഓക്കെ, ഒരു ചട്ടിയെ നമ്മൾ എങ്ങനെയാണ് കൊട്ടി നോക്കി എങ്ങനെ മനസ്സിലാക്കുന്നത്? 2 ചട്ടി ഒന്ന് നല്ല രീതിയിൽ കൊട്ടോ? വേണ്ട, എത്ര അടിയാലും പൊട്ടില്ല. കല്ലെടുത്തടിച്ചാ പൊട്ടോ? കല്ലെടുത്തടിച്ചാ പൊട്ടും. കല്ലെടുത്തടിച്ചാ പൊട്ടോ? നമ്മളെ അലുമിനിയം പാത്രമല്ല. അത് മനസ്സിലായി. ഓക്കെ, ചുമ്മാ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ബാക്കി വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? പറഞ്ഞോ. കാക്കിലെ അരി 40 രൂപ. കാക്കിലെ അരി വന്നിട്ട് 40 രൂപ നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 1/2 കിലോ. 1/2 കിലോയുടെ അരി ഞാൻ വില 1/2 കിലോ ഇപ്പം കാണിച്ചു. ഓക്കെ, 3/4 കിലോ. 3/4 കിലോ കല ഇതിന്റെ അടിയിലായിപ്പോയി. ഞാൻ എടുത്ത് കാണിച്ചില്ല. 3/4 കിലോ അരി. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്.
ഓക്കെ കുഴപ്പമില്ല. ഒരു കിലോ അരിയുടേതാണ്. ഇത് 1 കിലോ അരിയുടെയാണ്. 1 കിലോ അരിയുടെയാണ്. ഇത് എത്ര വരും? ഇത് 80 രൂപ കിട്ടണം നമുക്ക്, എങ്കിലേ മുതലാവുള്ളൂ. ഓ 80 രൂപ കിട്ടിക്കഴിഞ്ഞാലേ മുതലാവുള്ളൂ. ഒരു ചട്ടി പൊട്ടിക്കഴിഞ്ഞാൽ 80 രൂപ പോയി. അത് നമ്മളിവിടെ കൊണ്ടുവരുമ്പോ 5എണ്ണം 6എണ്ണം 10എണ്ണം വരെ പോകും. അത് കാര്യമാണ്. ലോഡ് കയറ്റി വരുമ്പം എല്ലാം പൊട്ടിപ്പൊളിയാനുള്ള സാധ്യത ഉണ്ട്. ഇനി ബാക്കിയൊക്കെ ഒന്ന് നിരത്തി പിടിച്ചെന്ന് പറയാം. ഇവിടെ ഇഷ്ടംപോലെ കപ്പ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്ന് വില ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. ഈ കപ്പ് 40 രൂപയാണ്. ഒരു കപ്പ് 40 രൂപ. ഒരു കപ്പ് 40 രൂപയെങ്കിലും നമുക്ക് അവിടെ 30 രൂപ വില വീഴണം. ഓക്കെ ട്രാൻസ്പോർട്ടേഷൻ ചെലവ്. പിന്നെ 101 ഇതിന്റെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇതായിരിക്കുന്നു. ഓക്കെ 101 കുടത്തിന്റെ സാധനങ്ങൾ ഇതായിരിപ്പുണ്ട് ഗൈസ്. ഇത് എത്ര രൂപയാണ്? ഇത് 20. ഇത് 20 രൂപയാണ്. 101 പൊങ്കാലയുടെ ചട്ടിയാണ്. അടുപ്പൊക്കെ എങ്ങനെയാണ്? അടുപ്പ് 50, 60. അടുപ്പ് 50, 60. ഇതൊക്കെ വെള്ളത്തിന്റെ 50. വെള്ളത്തിന്റെ ഇവിടെ ചേച്ചി തിരക്കിലാണ്.